നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ വെച്ചിട്ട് ഒരു കോഴിക്കാലാണ് കേട്ടോ. ഇത് കപ്പ, ഒരു പീസ് കപ്പ ഇതേപോലെ നീളത്തിൽ പച്ചക്കപ്പ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ പൊളിച്ച് അരിഞ്ഞെടുത്ത് കഴുകി വെച്ചതാണ്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. മസാലക്കൂട്ടുകളെല്ലാം കപ്പയിൽ മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഈ മസാല എടുത്തിട്ട് ഇതേപോലെ കോഴിക്കാലിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് നേരെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതായിപ്പോൾ നമ്മുടെ ചിക്കൻ കാല് നല്ല ഫ്രൈ ആയി നല്ല ക്രിസ്പിയായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റാം നമുക്ക്. ഇതിപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി കോഴിക്കാല്, കപ്പ കൊണ്ടുള്ള കോഴിക്കാലാണ്. തലശ്ശേരിക്കാരുടെയൊക്കെ ഒരു പ്രധാന സ്നാക്ക് ഐറ്റംസിൽ ഒന്ന് തന്നെയാണ് ഇത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നമ്മുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.